ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ശരത് ബാലകൃഷ്ണൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെല്യമ്പലം, അതായത് ശ്രീ ഭഗവതി കാർത്യായനി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഗായ്സ്. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഉത്സവം നടക്കുന്നത്. ഈ വെല്യമ്പലം എന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല, ഏകദേശം ഒരു ചെറിയൊരു അമ്പലമാണ്. കാരണം പണ്ട് ഇവിടെ നവരാത്രിയൊക്കെ ഉത്സവമൊക്കെ നടക്കണ്ടായിരുന്നു. നവരാത്രി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, അവിടെ പൂജ ഉപ്പിൻ്റെ ഉത്സവമൊക്കെ നടക്കണ്ടായിരുന്നു. അന്ന് അന്നദാനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നദാനം എന്തായാലും നടക്കാത്തത് എന്താണെന്ന് എനിക്കറിയാം, കാരണം അത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴാണ് അന്നദാനമൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ അവസാന ദിവസമൊക്കെ എന്താ പറയുക, ഒരു അന്നദാനമൊക്കെ വെച്ചായിരുന്നു. അത് നവരാത്രിയുടെ അവസാന ദിവസമൊക്കെ. പക്ഷേ നാളെയാണ് മോനെ മക്കളെ കൊടിപ്പൂരം തുടങ്ങാൻ പോകുന്നത്. അതായത് നാളെയാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. ഈ വെല്യമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണാം, അതായത് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിലെ ഉള്ളിലേക്ക് കാണണമെങ്കിൽ എല്ലാവരും വരും. വാ, നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതാണ് അമ്പലം, ഇതാണ് അമ്പലം കാർത്യായനി ഭഗവതി ക്ഷേത്രം. ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ചടച്ചെടിയൊക്കെ ഒരു വെള്ളം നടക്കാനാണ്. അതാണ് അമ്പലം കണ്ടോ, ഒരു ചടച്ചെടിയൊക്കെ അവിടെ. ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഈ അമ്പലം ഒരു ചെറിയ അമ്പലം, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി വലിയ അമ്പലമൊക്കെ അത് മാറ്റിയതാണ്. ഈ അമ്പലത്തിലെ ചരിത്രം എന്ന് പറയുമ്പോൾ വലിയ ചരിത്രമൊന്നുമില്ല, കാരണം നമ്മൾ പോകുന്ന ഒരു അമ്പലമാണെന്ന് മാത്രം പറയാം. കേട്ടോ, ഈ അമ്പലത്തിൻ്റെ ആദ്യത്തെ ഇതാണ് നടതൊക്കൽ എന്ന് പറയുന്നത്. ഇതാണ് നടതൊക്കൽ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ എന്താ പറയുക, എന്താ വിളക്കുകളൊക്കെ ചുറ്റി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കത്തിട്ടില്ല കേട്ടോ, കത്തി ചെറിയ വലിയ പറ്റില്ല എനിക്ക് കത്തിക്കോളൂ. കേട്ടോ, എവിടെ നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും. കണ്ട വയസ്സ് തെറ്റിയാണ് വിളക്കൊക്കെ കത്തിക്കുന്ന സാധനങ്ങൾ, അതായത് തൂണ് പോലത്തെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ അതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു പോകാൻ പോകുന്നത് ഈ വെല്യമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിലേക്ക് കണ്ട ഗൈസ്, അതാണ് ഫ്രണ്ട് ഭാഗം. ഇതാണ് ഫ്രണ്ട് ഭാഗം. ചരടിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒളിഞ്ഞു നിന്ന് നോക്കിയാൽ ഇതാണ് ഫ്രണ്ട് ഭാഗം. കണ്ട ഗൈസ്, ഇതാണ് കൊടിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട, ദേവി ശരണം കണ്ട, കണ്ട സർവ മംഗള മംഗല്യ കണ്ട, ശിവേ സർവ ശാരീ ശരണ്യദേവി കണ്ട. ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇതാണ് കൊടിമരം. ഇപ്പോൾ ഇനി നാളെ ഇവിടെ കൊടി ഉയർത്താൻ പോകണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെല്യമ്പലത്തിൻ്റെ ഇപ്പോൾ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ നാളെ ഇനി കൊടി ഉയർത്തേൽ മാത്രം മതി. അപ്പോൾ നാളെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കാൻ പോകാൻ. അപ്പോൾ നമുക്ക് നാളെ ഉത്സവം തുടങ്ങുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ അടുത്തൊരു വ്ളോഗ്. അപ്പോൾ ഇപ്പം എൻ്റെ വ്ളോഗ് അവസാനിക്കുന്നു. നമസ്കാരം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മനസ്സിലായാലും. അതായത് ശരത് ബാലകൃഷ്ണൻ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.